ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, ഇത് എളുപ്പമാണല്ലോ ചെയ്യേ. അതൊന്നുമല്ല, എന്റെ ചോദ്യം അതൊന്നുമല്ല. ഇത് കേട്ടപ്പോൾ കൊച്ചു സന്തോഷമല്ലേ? വിഷമമൊന്നുമില്ലല്ലോ. ഞാൻ വികാരി അച്ഛൻ അനങ്ങുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും കുടിക്കുന്നതും ജനം അറിയുവാ. അപ്പൊ പള്ളിപ്പൊക്കം പ്രാർത്ഥന എന്തിനാണ്? എന്റെ കർത്താവ് വർഗീയതയാണെന്ന് ഇന്നത്തെ കാലത്ത് പറയല്ലേ? ഇന്നത്തെ കാലത്താണ് അറസ്റ്റ് ചെയ്തേല് ഇല്ലേ? ധന്യൻ ചൊൽ കേട്ടേ നീ ദേവം ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ. അവനെ പുതിയ വസ്ത്രമൊക്കെ ഇട്ട് അവൻ എന്ത് ചെയ്തു? അകത്തേക്ക് കയറ്റി പൂട്ടിയിട്ടു. നമ്മളത് പറയുന്നുണ്ടോ? കർത്താവ് അനുവദിച്ച് ഞങ്ങളെ കേൾക്കാനിടയാകുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും അപ്പനും മക്കളും എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എൻ്റെ കുറച്ച് സംശയങ്ങളാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തില് യുവജനങ്ങളുടെ ഇടയിൽ വിവാഹ ജീവിതത്തിന് വേണ്ടി വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന യുവജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് വേവലാതികളും വിമർശനങ്ങളും ഒക്കെ അപ്പനും ശ്രദ്ധിച്ചു കാണുമല്ലോ ധാരാളം. അതേപോലെ തന്നെ 2000 വർഷം പാരമ്പര്യം ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സഭയിലും വിവിധ സഭകളിലും വിവിധങ്ങളായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുർബാന തർക്കം, പള്ളിത്തർക്കം, ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നങ്ങള്. അപ്പം ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരാണ്, ക്രിസ്തു വിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണെന്ന് അവകാശപ്പെട്ടിട്ട് വളരെ ദുർമാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുമ്പം തീർച്ചയായും എനിക്കടക്കം ഒത്തിരി വിഷമവും ഉണ്ടാവും. അതേപോലെ തന്നെ ഞങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് ഞങ്ങൾ തന്നെ ചോദ്യം ചെയ്തു പോകും. വളരെ പ്രതിസന്ധിയാണ് ജീവിതത്തിൽ, അത് ഭയങ്കര പ്രതിസന്ധിയാണ്. എതിർസാക്ഷ്യത്തിന്റെ പ്രശ്നം. അതേപോലെ തന്നെ യുക്തിവാദികൾ, അതായത് സ്വതന്ത്ര ചിന്തകരൊക്കെ ഉയർത്തുന്ന ചോദ്യം, ക്രിസ്തു വിശ്വാസത്തിനാണ് ഉയർത്തുന്ന ചോദ്യം, വിമർശനങ്ങൾ, ദവാപ്രവർത്തകർ ഉയർത്തുന്ന വിമർശനങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളിലൂടെയാണല്ലോ ഇന്നത്തെ ഈ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പം എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിസ്തു ശിഷ്യരാണ് ഓരോരുത്തരും എന്നുള്ള വസ്തുതയല്ല നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശിഷ്യരാണ് എങ്കിൽ എന്തുവരുന്നത്? ശിഷ്യർ മുറിപ്പെട്ടാലും അവർ തിരിച്ചു വരും. ഭക്തർ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഭക്തരാണ് മുറിപ്പെടുക. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഇങ്ങനെ ചിന്തിക്കുന്നവർ ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഭക്തഗണത്തിൽപ്പെടുന്നവരാണ്. ഭക്തഗണങ്ങൾ എന്തിനാണ്? എന്തെങ്കിലും സാധിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവമായതുകൊണ്ടോ ആണ് ഭക്തർ ദൈവത്തിൽ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ശിഷ്യർ അങ്ങനെയല്ല, അറിഞ്ഞ് ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ശിഷ്യർ പോകുന്നത്. ശിഷ്യത്വത്തിലേക്ക് വിശ്വാസികളെ വളർത്തുവാൻ നമുക്ക് ജാഗ്രത ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായത്. ശിഷ്യരാണെങ്കിൽ നിസ്സാര വിഷയങ്ങളെക്കുറിച്ച് വഴക്കുണ്ടാക്കില്ല, കൃത്യമൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വഴക്കുണ്ടാക്കുകയുള്ളൂ. അത് രക്തസാക്ഷികളാകാൻ തയ്യാറാവും. അപ്പോൾ ശിഷ്യത്വത്തിലേക്കല്ല എന്നുള്ള ആത്മവിമർശനമാണ് ആദ്യമായിട്ട് എനിക്ക് കുഞ്ഞിനോട് ഇതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പം എല്ലാ മതസ്ഥരും, ദൈവവിശ്വാസികളായ എല്ലാ മതസ്ഥരും ദൈവത്തോട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? അതായത് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, അപേക്ഷകൾ സമർപ്പിക്കുക. അപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുക, ആരാധിക്കുക എന്നുള്ളത് എല്ലാ മതസ്ഥരും ചെയ്യുന്നതാണല്ലോ. അപ്പം അങ്ങനെയെങ്കിൽ ഇപ്പം നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷകർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മുഴുവൻ എടുത്ത് നോക്കിക്കോളൂ. ഒരു 99-100% എന്ന് പറയുന്നത് പോലെ കാര്യം സാധിക്കാൻ അല്ലെങ്കിൽ ഭക്തിമാർഗം പ്രാർത്ഥിക്കുക ഉള്ള കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് മറ്റു മതങ്ങളോട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. അപ്പോൾ ദൈവത്തെ പേടിക്കേണ്ടതാണ്, ശിക്ഷിക്കും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എല്ലാ മതസ്ഥർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നിലവിൽ സുവിശേഷകർ പങ്കുവെക്കുന്നുള്ളൂ. സമ്പൂർണ്ണ ശുശ്രൂഷകരായിരിക്കുന്നവർ. അപ്പം നമ്മളിപ്പം ഈ വൈദികരുടെ പ്രസംഗങ്ങൾ എടുത്ത് നോക്കിയാലും അൽമാരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ശരിയാണ്. മറ്റു അങ്ങനെയെങ്കിൽ അപ്പം തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഈശോ വചനം മാംസം ധരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ കർത്താവ് വചനം മാംസം ധരിച്ചതിന് ലക്ഷ്യമുണ്ടല്ലോ. പ്രവചനം പൂർത്തിയാക്കാനാണ് എന്നുള്ളത് നമുക്കറിയാം. പാപപരിഹാരമാണെന്ന് നമുക്കറിയാം. നമ്മുടെ രക്ഷകനാണെന്ന് നമുക്കറിയാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അപേക്ഷകൾ സമർപ്പിക്കുക, ആരാധിക്കുക എന്നുള്ള ഈ ആദ്യ ഭാഗത്ത് നമ്മൾ നിർത്തുകയാണ്. ഞാൻ കുഞ്ഞിനോടൊരു ഉദാഹരണം പറയാം. ബത്സയിദിലെ രോഗശാന്തി വ്യാഖ്യാനിക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ടോ? ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടോ അല്ലേ? പക്ഷേ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ഈശോ അവനോട് എന്നാ പറഞ്ഞേ? ഈശോ അവനോട് പറഞ്ഞു, കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആ പാപം വ്യാഖ്യാനിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല ഒരിക്കലും. പ്രസംഗത്തിനിടയ്ക്ക് നിങ്ങളുടെ ഇടയിൽ അശുദ്ധി ഉണ്ടാകരുത്, നിങ്ങൾ അതിരുമാന്തരുത്,
നിങ്ങളുടെ ഇടയിൽ ദരിദ്രനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൈസ മിച്ചമുണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. ആ രീതിയിലുള്ള പ്രബോധനങ്ങളാണോ ധ്യാനഗുരുക്കന്മാർ ഞായറാഴ്ച പ്രസംഗങ്ങൾ വരുന്നതാണോ? അല്ല. അപ്പം മറ്റേത് വേണ്ടാന്നുള്ളതല്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. അതിനെ ധിക്കരിച്ചുകൊണ്ടല്ല അപ്പം പറഞ്ഞത്. അത് ഒന്നാം സ്ഥാനമാണ്. അത് എല്ലാ മതസ്ഥർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ 2000 വർഷത്തെ പാരമ്പര്യം പേര് നമുക്ക് അതിൻ്റെ പ്രത്യേക ഒരു ആവശ്യമില്ല. അതാണ് ഹെബ്രായ ലേഖനം പറഞ്ഞത്, നിങ്ങളിപ്പോഴും ശിശുക്കളാണ്, നിങ്ങൾക്ക് പാല് കുടിക്കാനാണ് ഇഷ്ടം, നിങ്ങൾക്ക് പ്രബോധകരാകാൻ ശിഷ്യത്വത്തിലേക്ക് വളരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. സേഫ് സോണാണ്. ഈ ശിഷ്യരെ ഈ ഭക്തരെ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. കാരണം അവരോട് എന്തെങ്കിലുമൊക്കെ പറയുന്നു, അവർ ആരാധിക്കുന്ന എളുപ്പമാണ്. അത് വേണ്ടെന്നല്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ഭക്തിമാർഗം വേണ്ടെന്നുള്ള ദുർവ്യാഖ്യാനം പറയരുത്. ഒരിക്കലും ഇല്ല. അതായത് നമ്മൾ എപ്പോഴും ഭക്തിമാർഗത്തെ അടിസ്ഥാനമാക്കി നിർത്തി അതിൽ നിന്ന് വളരാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. അങ്ങനെയല്ല ഇത് വരുന്നത്. അതായത് ഇത് ഞാൻ പറയാം, അടുക്കളയും ഭക്ഷണവും ഇല്ലെങ്കിൽ നമുക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരു വിശ്വാസി ജീവനോടെ ഇരിക്കുന്നത് എന്തിലാ? ഭക്തി മാർഗത്തിലാണ്. മനസ്സിലായോ? പക്ഷെ അടുക്കളയും ഭക്ഷണമാണോ നമ്മുടെ ലക്ഷ്യം? അല്ലല്ലോ. അത് നമ്മുടെ മാർഗമാണ്, ലക്ഷ്യമല്ല. ഭക്തി മാർഗമാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തു മാർഗമാണ്. ഈ വ്യത്യാസം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു മാർഗം പകർന്നു കൊടുത്താൽ എവിടെ പോയാലും വ്യക്തി ക്രിസ്ത്യാനിയായില്ലേ? നമ്മൾ കുടിയേറ്റങ്ങളെ കുറിച്ചൊക്കെ പിള്ളേർ കുടിയേറി പോകട്ടെന്നേ, പക്ഷെ ക്രിസ്തു മാർഗത്തിലാണ് അവർ പോകുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവര് സാക്ഷ്യമായിട്ട് മാറും. ഈ ഭക്തിമാർഗം കൊടുത്തു വിടുന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്? അവിടെ ചെല്ലുമ്പോൾ സംശയം ഉണ്ടാവുന്നതും മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അനുകരിക്കുക, അന്ത്യവിധിക്കൊരുങ്ങുക എന്നുള്ള ഭാഗം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ആരാധിക്കുക, അപേക്ഷകൾ സമർപ്പിക്കുക എന്നാണ് സുവിശേഷകർ എല്ലാവരും തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അനുകരിക്കുക, അന്ത്യവിധിക്ക് ഒരുങ്ങുക. അപ്പോൾ ഈശോ പറയുന്നു, നോക്കി, മനുഷ്യപുത്രനാകിയാൽ വിധിക്കാനുള്ള അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അറിയോ? പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ മനുഷ്യപുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഈ അന്ധനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ടോ? അവനോടാണ് ഈ പറയുന്നത്. അതിനോടനുബന്ധിച്ച് വ്യാഖ്യാനം പറയുന്നത്. അന്ധനെ ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ അവനോട് ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനെ വിശ്വസിക്കുന്നോ? മനസ്സിലായോ? അപ്പം അവൻ ആരാണ് എനിക്കറിയില്ല, ഞാൻ തന്നെയാ അത്. എന്നിട്ടാണ് പറയുന്നത് വിധി മുഴുവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ അവനോട് രോഗശാന്തിയെക്കുറിച്ച് ഇങ്ങനെ നീ കിട്ടിയില്ലേ അതിനങ്ങനെ സന്തോഷിക്കാനല്ല പറയുന്നത്. മനസ്സിലായോ? ഇനി മറ്റൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഈ നമ്മളെല്ലാവരും വ്യാഖ്യാനിക്കുന്നതാണ്, അപ്പനടക്കം പറയുന്നതാണ്, സന്തോഷത്തോടെ എല്ലാം സുവിശേഷകർ, ധ്യാനഗുരുക്കന്മാർ, വൈദികരെല്ലാം പറയുന്ന ഏതാ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട്, ഇപ്പൊ സ്ത്രീകളോടുള്ള കർത്താവിന്റെ കാരുണ്യം കേട്ടുണ്ടോ? ഭയങ്കരമാണ് നമ്മൾ പറയുന്നത്. അവസാനം എന്താ പറയുന്നത് അല്ലേ? അത് പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി അവഹേളിക്കപ്പെടാനും വിമർശിക്കപ്പെടാനും ഉണ്ടാകുന്ന പ്രധാന കാരണം. ഇതാണ് എല്ലാവരെയും ശിഷ്യത്വത്തിലേക്ക് വളർത്തുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷകരുടെ, സഭയുടെ ദൗത്യം. ഇപ്പം ഞാൻ പറയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയാ? ഒരു കൃത്യമായ സാധനം പരിശീലിപ്പിക്കാനല്ലേ. എല്ലാ കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? ഇപ്പം ഡിഗ്രിക്ക് ചേരുന്നൊരു കൊച്ച് മരണം വരെ പഠിക്കുവാണോ? അല്ല, ഒരിക്കലും. എന്തിനാ പഠിക്കുന്നത്? തനിക്കൊരു ജീവിതമാർഗത്തിനാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതും ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയാണ്. അത് ജീവിതമാർഗം ഏതാ? ക്രിസ്തു മാർഗമാണ്. മനസ്സിലായി? അപ്പം അതാണ് ഇവിടെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവരും ധൂർത്തപുത്രൻ്റെ ഉപമ എടുത്ത് വെച്ച് പറയുന്നുണ്ട്. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വചനത്തെ തല്ലി കൊല്ലുക. എന്നാന്നറിയാമോ? അവൻ പന്നിക്കൂട്ടിലിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഓർത്തു. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഓർക്കണം. പിന്നെ എന്ത് ചെയ്തു? എഴുന്നേറ്റ് തിരിച്ച് നടന്നു. പിന്നെ എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? ആലോചിക്കണം, ഓർത്തു, തിരിച്ചു നടക്കണം, ഏറ്റു പറയണം. 3 കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്തെല്ലാം കിട്ടും? നമ്മൾ അല്ല, അപ്പൊ ആദ്യം ചെരുപ്പ് കിട്ടും, അവരെ കുളിപ്പിച്ചു ചെരുപ്പ് കിട്ടും, മോതിരം കിട്ടും, പുതിയ വസ്ത്രം കിട്ടും, കൊടുത്ത കാളക്കുട്ടിയെ കൊല്ലും. മനസ്സിലായി? അപ്പൊ 4 കാര്യങ്ങൾ കിട്ടും. ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടോ? അതൊന്നുമല്ല, എന്റെ ചോദ്യം അതൊന്നുമല്ല. ഇത് കേട്ടപ്പോൾ കൊച്ചു സന്തോഷമല്ലേ? വിഷമമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു പറയാണ്, മോളെ, നിന്റെ ജീവിതം ശരിയല്ലെങ്കിൽ, ധൂർത്തപുത്രനെ പോലെ നീ പന്നിക്കൂട്ടിലാണെങ്കിൽ, ദേവാലയത്തിന്റെ വാതിലിനോട് ചേർന്ന് കുമ്പസാരക്കൂട് കിടപ്പുണ്ട്. അവിടെ നീ കൗദാശിക ജീവിതത്തിലൂടെ കടന്നുപോയി, അനുതാപ ശുശ്രൂഷയിലൂടെ കടന്നുപോയി, നീ നേരെ പുതിയ വസ്ത്രം ധരിക്കും. ഇത് പറഞ്ഞാലോ? ഇത് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണോ? നീ പന്നിക്കൂട്ടിലാണെങ്കിൽ എഴുന്നേറ്റ് തിരിച്ച് നടക്ക്. മനസ്സിലായോ? 4 സ്റ്റെപ്പും 5 സ്റ്റെപ്പും ഒന്നുമില്ല. വചനത്തെ തല്ലിക്കൊന്ന് പറയുന്നയാൾക്കും സുഖമാണ്, കേൾക്കുന്നവർക്കും. മനോഭാവത്തിലെ പാവം, ചിന്തയിലെ പാവം, പ്രവൃത്തിയിലെ പാവം, ഇങ്ങനെയൊക്കെ പറയുവാണ്. അതേസമയം നീ കട്ടെടുക്കുന്നുണ്ടോ? നിന്റെ വീട്ടിൽ ആവശ്യം, നിന്റെ മക്കൾക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് അയൽവക്കത്തെ വീട്ടിൽ ഫീസ് അടയ്ക്കാത്ത കുട്ടിയുണ്ടോ? നീ അതിര് മാന്തുന്നുണ്ടോ? നീ ഏക ഭാര്യയോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടോ? നീ ഭാര്യയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ആൾക്കാർ ഇരിക്കുമോ? അപ്പോസ്തലന്മാർ മുഴുവൻ അങ്ങനെയാണ് ചെയ്തത്.
അപ്പം അതാണ് ക്രിസ്ത്യാനിറ്റീനെ ഇത്തരത്തിലേക്ക് കൊണ്ടുവയ്ക്കുവാനുള്ള കാരണം എന്നുള്ളതാണ്. ഇതിന് മുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ നേരെ ചോദ്യമില്ലായിരുന്നു. കാരണം നമ്മൾ കളക്റ്റീവ് സാക്ഷ്യം ഉണ്ടായിരുന്നു. പൊതുവായ ഇടവക സഭ എന്ന രീതിയിൽ നമുക്ക് കളക്റ്റീവ് സാക്ഷ്യം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരുടെയും നേരെ മൈക്കുകൾ തിരിയുക. എത്ര പ്രാവശ്യം ഒരു മെത്രാൻ എവിടെ പോയി എന്ന് ലോകം നോക്കുന്നുണ്ട്. വികാരി അച്ഛൻ അനങ്ങുന്നതും നിൽക്കുന്നതും ഇരിക്കുന്നതും കുടിക്കുന്നതും ജനം അറിയുക. പണ്ട് അങ്ങനെ അറിയില്ല. ഇപ്പോൾ എക്സ്പോസറും കൂടിയിട്ടുണ്ട്. എക്സ്പോസർ കൂടുമ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ ജാഗ്രതയുള്ളവരായിട്ട് നമ്മൾ മാറണം. പണ്ട് ഒരു കാര്യം അറിഞ്ഞും വായിച്ചും പഠിച്ച് അങ്ങ് വിശ്വസിച്ച് പോകുക അന്തമായിട്ട്. ഇന്ന് അങ്ങനെയല്ല. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാലമാണ്. വായന കുറഞ്ഞു, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാലമാണ്. ഇപ്പോൾ കാലം മാറിയതും ഇതെല്ലാം അറിയാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ട് കൊച്ചിനെ പോലുള്ളവർക്ക് മനസ്സിലാകണമെങ്കിലേ അപ്പസ്തോലന്മാർ രണ്ടുപേരും പറയുന്നത് ക്രിസ്ത്യാനികൾ ഏറ്റവും ഭയത്തോടു കൂടി വായിക്കേണ്ട 3 തിരുവചനങ്ങളുണ്ട്. അതിൽ 2 എണ്ണം, ഒന്ന് പത്രോസ് അപ്പസ്തോലനും ഒന്ന് പൗലോസ് അപ്പസ്തോലനും ഒന്ന് നമ്മുടെ കർത്താവും പഠിപ്പിക്കുന്നതാണ്. അതെന്താണെന്നറിയാമോ? ദൈവം താൻ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു മനുഷ്യൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ വിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ അവർ ഈ ഉപമകളെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ? ഇല്ലല്ലോ. അവർ ഈ പറയുന്ന വിതക്കാരൻ വിതയ്ക്കാൻ പോയി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അവർ കൃത്യമായും പറയുന്നുണ്ട്. അതുപോലെ പത്രോസ് അപ്പസ്തോലൻ പറയുകയാണ്, യേശു ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി യേശു ക്രിസ്തുവിനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവെന്നുള്ള കാര്യം ലോകത്തെ അറിയിക്കാനും സാക്ഷ്യപ്പെടുത്തുവാനുമായി അവൻ ഞങ്ങൾ കൽപ്പന നൽകി. നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. യേശു ക്രിസ്തുവിനെ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ലോകത്തെ അറിയിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും അവൻ ഞങ്ങൾക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. ഓർത്തു നോക്കി, എത്ര ഭയാനകമാണ് അല്ലേ? കടമയാണ്. അതാണ് ക്രിസ്തു. അത് നമുക്ക് സാധിക്കാൻ പറ്റിയല്ല. ആരെല്ലാം സാധിക്കുന്നത്? പരിശുദ്ധാത്മാവിലാണ് സാധിക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുക. എന്നെ കൂടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കും. ഇത് കേട്ടിട്ട് ആർക്ക് പറ്റുമെന്നുള്ളതല്ല. ആർക്കും പറ്റില്ല, ദൈവത്തിന് പറ്റും. മനസ്സിലായി? ഇത് ആർക്കും സാധിക്കും? വിശ്വാസം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്നുള്ള. അത് കൃപയാണ്. ദൈവം കൃപ തരും. ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് കൃപ തരുമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ ആവശ്യമായ ശക്തിക്ക് വേണ്ടി സദാ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? മനുഷ്യപുത്രൻ തൻ്റെ സർവ്വമഹത്വത്തിലും എഴുന്നള്ളുമ്പോൾ ഇടയൻ കോലാടിനെ ചെമ്മരിയാടിനെയും വേർതിരിക്കുന്നത് പോലെ നന്മയും തിന്മയും ചെയ്തവരെ ഞാൻ വേർതിരിക്കും. 10 കന്യകളുടെ ഉപമ, വിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ, വിവാഹ വിരുന്നിൻ്റെ ഉപമ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, ഞാൻ ഫലം കായ്ക്കുന്നവരെ ഫലം നൽകുന്നവരെ ഏൽപ്പിക്കും. അത്ര ശക്തവും വ്യക്തവുമാണ്. നമ്മളിതൊന്നും അല്ല പറയുന്നത്. എല്ലാ മതസ്ഥരും പറയുന്നത് പോലെ അപേക്ഷകൾ സമർപ്പിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിമാർഗം. ക്രിസ്തുമാർഗത്തിൻ്റെ അടിത്തറയും അനിവാര്യതയുമാണെന്ന് പഠിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക. അല്ലെങ്കിൽ എന്തും ഇങ്ങനെ പറയും, ഓ ആ അച്ഛൻ അങ്ങനെ കാണിച്ചില്ലേ, ഈ അച്ഛൻ ഇങ്ങനെ കാണിച്ചില്ലേ, അപ്പൻ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ദുർമാതൃകകൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം കുടുംബത്തേക്ക് നോക്കിയാൽ ഞാൻ പറയാം, കുടുംബത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായോ? പഠിക്കാൻ പഠിപ്പിക്കും, ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഓരോ സമയത്തും പോകേണ്ടതായ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. മനസ്സിലായോ? അവരെ കടയിൽ വിടേണ്ട സമയത്ത് കടയിൽ വിടണം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, 1ഉം 2ഉം പിള്ളേരേ ഉള്ളൂ. എത്ര കുഞ്ഞുങ്ങളെ കടയിൽ പോകുന്നുണ്ടോ? അങ്ങനെ കവല പോകുന്നുണ്ടോ? ഇല്ലല്ലോ. വൈകുന്നേരങ്ങളിൽ കൂട്ടുകാർ കൂടി പന്ത് കളിക്കാനോ പള്ളി മുറ്റത്തോ കൂടാനുണ്ടോ? ഉള്ള 4 പേര് കൂടുവോ? അയൽവക്കങ്ങളിലെ കുട്ടികൾ തമ്മിൽ വർത്തമാനം പറയാൻ നമ്മൾ അനുവദിക്കുമോ? സാഹചര്യം ഉള്ളിടത്തോ? കേരളത്തിൽ ഇപ്പോഴും സാഹചര്യമുണ്ട്. അതില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ എക്സ്പോസർ നമ്മളവരെ പ്രതികൂലങ്ങളുമായി താതാത്മ്യപ്പെടുവാൻ അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല. മനസ്സിലായി? പഠിക്കാൻ പറയും. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് ഇന്നത്തെ മക്കൾക്ക് സമ്പത്ത് നിലനിർത്താൻ അറിയത്തില്ല. എന്തുകൊണ്ടാണ്? അതായത് അവർക്ക് പഠിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ജീവിക്കാൻ അറിയത്തില്ല. അപ്പം മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്ത്? മാതാപിതാക്കളുടെ ഒന്നാമത്തെ കടമ. ആ ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെയാണ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കാരണന്മാർ പഠിപ്പിക്കുന്നത്. അപ്പം കുടുംബത്താണ് വേദപാഠത്തിൻ്റെ ആദ്യപാഠങ്ങൾ വരിക. സഭ എന്താണ് ചെയ്യണം? മാറിയ കാലഘട്ടം അനുസരിച്ച് ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ദിശാബോധം നൽകണം. കാലഘട്ടം മാറി. അപ്പം അതാണ് ഇന്നത്തെ കരിസ്മാറ്റിക്. ഈ കരിസ്മാറ്റിക്, ആദ്യത്തെ ഡിവൈൻ കരിസ്മാറ്റിക്കും ഇന്നത്തെ കരിസ്മാറ്റിക്കിന് ഒത്തിരി മാറ്റമുണ്ട്. പാരമ്പര്യ സഭകളെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. വിശ്വാസമില്ലാത്തവരെ, കൂദാശകളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരെ കണ്ടെത്തി. അതുപോലെ അക്രൈസ്തവർക്ക് ആദ്യം ഒരു 10-15 കാലത്തെ കരിസ്മാറ്റിക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മഹാവിസ്ഫോടനം തന്നെയായിരുന്നു. പിന്നീട് വന്ന് അത് ഈ പറഞ്ഞതുപോലെ വെറും ഭക്തമാർഗമായി മാറിയിരിക്കുക. അപ്പോൾ പറയുന്നവർക്കും കുഴപ്പമില്ല, കേൾക്കുന്നവർക്കും കുഴപ്പമില്ല. ഇവിടെയാണ് മാറിയ കാലഘട്ടം മാറിയത് വായിച്ചെടുക്കാൻ പറ്റണം.
അപ്പം മാതാപിതാക്കൾക്ക് വിശ്വാസത്തിന് അടിത്തറയിടാനും ജീവിക്കാൻ പഠിപ്പിക്കാനും പറ്റണം. സഭകൾക്ക് സുവിശേഷകർക്ക് എന്ത് പറ്റണം? മാറിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികൾക്ക് പ്രബോധനങ്ങൾ കൊടുക്കുക, അതിനെ അതിജീവിക്കാൻ. കാരണം ഇന്ന് വിശ്വാസത്തിന് നേരെ ചോദ്യമുണ്ട്. അത് വൈദികൻ്റെ ആണെങ്കിലും കന്യാസ്ത്രീയുടെ ആണെങ്കിലും സുവിശേഷകൻ്റെ ആണെങ്കിലും കർഷകൻ്റെ ആണെങ്കിലും വിശ്വാസത്തിന് നേരെ ചോദ്യമുണ്ട്. സ്കൂളിലും കോളേജിലും ചോദിക്കാറില്ല. അപ്പം അതിന് മറുപടി പറയാൻ കാലഘട്ടം മാറിയെന്നറിയണം. അപ്പോൾ നമ്മളിപ്പോഴും ആ ഭക്ത കരിസ്മാറ്റിക് മാർഗത്തിൽ നിൽക്കുകയാണ്. ഇത് അപ്പോളജറ്റിക് ആയിട്ടുള്ള കരിസ്മാറ്റിക് യുഗമാണ്. അങ്ങോട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. മാറിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം ആഴമുള്ളവരൊക്കെ പിടിച്ചു നിൽക്കും. അല്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള കുറേ പേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഇതല്ലേ, അനീതി വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും. ഭക്തിയുടെ ബാഹ്യരൂപം അവസാന നാളുകളിൽ ഉണ്ടാകും, ആന്തരിക സത്യം ഉണ്ടാവില്ല. ഇതെല്ലാം വചനത്തിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്തിനാണ്? ആന്തരിക സത്യം ഇല്ലാതെ കുറേ പേര് നശിച്ചു പോകണമെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നതല്ല. അങ്ങനെ ഉള്ളവർ തിരിച്ചറിഞ്ഞ് അതിന് കാലഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞത്? അവസാന നാളുകളിൽ ഒരു യുഗം ഉണ്ടാകും. ഈ അവസാന നാളിൽ ലോകാവസാനമല്ല കേട്ടോ, ലോകാവസാനത്തെക്കുറിച്ച് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അവസാന നാളുകളിൽ എന്ത് പറ്റും? ഭക്തിയുടെ പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഉണ്ടാകും, പക്ഷേ സാക്ഷ്യം ഉണ്ടാവില്ല, ഉണ്ടാകില്ല. അങ്ങനെ അത് നാശോന്മുഖമായി പോകുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും ആവർത്തിക്കട്ടെ, അവർ നശിച്ചു പോകാൻ വേണ്ടിയല്ല, മറിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷകർ, ധ്യാനഗുരുക്കന്മാർ, വൈദികർ എന്ത് ചെയ്യണം? ജനങ്ങളെ പ്രബോധിപ്പിക്കണം. അവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അനിവാര്യത എന്താണ്, ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത എന്താണ് എന്ന് മാറി കാലഘട്ടത്തിൽ. ഇനി ഞാൻ നിങ്ങളോട് പറയാം മോളെ, ഒരു ഏതാനും വചനഭാഗങ്ങൾ ഞാൻ വായിക്കാം, നോക്കിക്കോ. ഇത് റോമാലേഖനമാണ്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ശരീരത്തെ സമർപ്പിക്കാനാണോ? ജീവിതത്തെ സജീവവും വിശുദ്ധമായ ബലിയായി സമർപ്പിക്കണം. ഇതാണ് യഥാർത്ഥമായ ആരാധന. ഉറക്കെ പറഞ്ഞേ, ഇതാണ് യഥാർത്ഥമായ ആരാധന. അപ്പൊ പള്ളിപ്പോക്കും പ്രാർത്ഥന എന്തിനാണ്? വിശുദ്ധിയിൽ ജീവിക്കാൻ. അതാണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മുൻപ് അതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മാറിപ്പോയി. ഭക്തിമാർഗം ക്രിസ്തുമാർഗത്തിന്റെ അടിത്തറയാണ്. അപ്പൊ ആരാധന എന്തിനാണ്? വിശുദ്ധിയിൽ ജീവിക്കാൻ. മനസ്സിലായോ? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അല്ലാതെ അവിടുന്ന് എടുത്തിട്ട് ഈശോ ക്ഷമയാണ്, ഈശോ, അതൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. 2000 വർഷമായില്ലേ ഈശോ രക്ഷകനെന്ന് നമുക്കറിയാം, നമ്മുടെ പാപവിമോചകനാണെന്നറിയാം, കുരിശിലൂടെ മാത്രമേ രക്ഷയുള്ളൂ നമുക്കറിയാം. ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മളിനി അത് സ്വന്തമാക്കണം. നിങ്ങൾക്ക് അനുകരണീയമായ മാതൃക നൽകിയിരിക്കുന്നു. ഇനി വീണ്ടും നോക്കിക്കോളൂ ഇവിടെ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. മനസ്സിലായോ? അപ്പസ്വലന്മാരുടെ പ്രബോധനങ്ങളുടെ പ്രഘോഷണമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മളതാണോ ചെയ്തെന്നുള്ളതിൻ്റെ പ്രശ്നം. അതിനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചു. അതാണ് പറയുന്നത്, 4 സുവിശേഷങ്ങൾ വചനം മാംസം ധരിച്ച രക്ഷകനായിരിക്കുന്ന ദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു. ചരിത്രം പഠിപ്പിക്കുന്നു. ദൈവവും രക്ഷകനും പാപവിമോചകനും വിധികർത്താവുമായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ സഭയുടെ ചരിത്രം, വളർച്ച, സ്ഥാപനം പഠിപ്പിക്കുന്നു. ലേഖനങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി എങ്ങനെ ജീവിക്കണം, മനസ്സിലായോ? ഇത് വ്യാഖ്യാനിക്കുകയാണ്. നോക്കിയേ, നിങ്ങളോട് ഞാൻ പറയുന്ന ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തരാക്കരുത്. താഴേക്ക് നമ്മൾ ജഡമോഹങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുക. നമ്മൾ ഇതാണോ സുവിശേഷകർ? ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. വത്സര മക്കളെ, നിങ്ങൾ ദൈവത്തെ അനുകരിക്കുവിൻ. മനസ്സിലായോ? വീണ്ടും പഠിപ്പിക്കുകയാണ് പുസ്തകം. നിങ്ങൾ ദൈവത്തെ അനുകരിക്കുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. മോളെ, മകളെ, വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. അതറിയാമോ? വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. നമ്മളെന്താ കാണപ്പെടാത്തതുണ്ടെന്ന് അതതിൻ്റെ വ്യാഖ്യാനമാണ്. പക്ഷെ വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. മനസ്സിലായോ? വിശ്വാസം ജീവിക്കണം. നിങ്ങൾ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭർത്താവ്, അപ്പൻ നിങ്ങൾക്കും അമ്മയ്ക്കും വേണ്ടി സുരഭില കാഴ്ചയായി എൻ്റെ ജീവിതം അർപ്പിക്കണം. കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി, നിന്നെ തന്നെ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന സ്കൂളിന് വേണ്ടി, കോളേജിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സജീവ സുന്ദര സുരഭില ബലിയായി സമർപ്പിക്കണം. മനസ്സിലായോ? ഇനി നോക്കിക്കോ, ഇനിയുണ്ട്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവാൻ കൊളോസസിലൂടെ പറയും. മനസ്സിലായോ? അല്ലാതെ അവരവിടെ വന്നിട്ട് ഈശോ പാവാട്ടോ, ഈശോ ഒന്നും ചെയ്യല്ലോ കേട്ടോ, ഈശോ ക്ഷമിക്കും കേട്ടോ, നിങ്ങൾക്ക് രോഗമല്ലേ, ഈശോ സുഖപ്പെടുത്തും കേട്ടോ, സുഖപ്പീരും ചെയ്തില്ല.
അപ്പോസ്തലൻ എന്ന് പറഞ്ഞത് നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങളെ പിശാച് ബാധിക്കുന്നുണ്ടെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ സമീപിക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന ബന്ധനോ ശാസ്ത്രം നടത്തുന്ന കാര്യം സാധാരണ വിശ്വാസി അല്ലത് ചെയ്യേണ്ടത്. അത് അതിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചവരും സഭയിൽ അതിനാണ് ഹൈറാർക്കിക്കൽ ഓർഡർ ഉള്ളത്. അവരെ സമീപിക്കണം, എൻ്റെ തലയ്ക്കൊന്ന് പിടിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോസ്തലൻ പറയുന്നതനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കണം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിശുദ്ധമായ ബലിയായി സമർപ്പിക്കണം. പ്രശ്നമുണ്ടെങ്കിൽ മൂപ്പന്മാരെ സമീപിച്ചിട്ട്, അതല്ലേ അപ്പോസ്തല പ്രവൃത്തികൾ കണ്ടില്ലേ, രോഗികളെ കൊണ്ടുവന്നു, പിശാച് ബാധിതരെ കൊണ്ടുവന്നു അപ്പോസ്തലന്മാരുടെ അടുത്ത്. അല്ല നമ്മൾ അവരെ പ്രത്യേകിച്ച് ഇങ്ങനെ വചനം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞല്ല ചെയ്യിച്ചത്. ആരെ കൊണ്ട് ഇപ്പം നമ്മൾ ഡോക്ടറെ എടുത്ത് ചെന്നാൽ ഡോക്ടർ ചികിത്സിക്കുകയാണോ ചെയ്യുക, വൈദ്യം പഠിപ്പിക്കുകയാണോ ചെയ്യുക? ചികിത്സിക്കും. ആണോ? വൈദ്യം പഠിപ്പിക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? അത് പഠിപ്പിച്ചാൽ ശരിയായല്ല. വൈദ്യം പഠിക്കാനുള്ളവൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചേർന്ന് പഠിച്ചോളും. മനസ്സിലായോ? അതാണ് വളർച്ചാധ്യാനങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ വിശ്വാസികൾക്ക് അതല്ല ആവശ്യം. അവർക്ക് ആവശ്യമുള്ളത് പ്രബോധനങ്ങളും ശിക്ഷണങ്ങളും ശാസനങ്ങളുമാണ്. അതാണ് അപ്പോസ്തലന്മാർ കൊടുത്തത്. ഓരോരുത്തർക്ക് എന്ത് കൊടുക്കണമെന്ന് അറിഞ്ഞ് അവർക്കറിയാമായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വീണ്ടും തെസ്സലോനിക്ക ലേഖനത്തിലൂടെ ഇതൊക്കെ നമ്മൾ ഞെട്ടലും വിറയലോടും കൂടെ വായിക്കേണ്ടതാണ്. ഈ ലേഖനങ്ങൾ എന്തുകൊണ്ടാണ് ആർക്കും വായിക്കാൻ താല്പര്യമില്ലാത്തത്? നമ്മളോട് നേരിട്ട് പറയുക. മനസ്സിലായോ? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. മനസ്സിലായോ? അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. എത്ര ഇതാണ് ക്ലിയറായിട്ട് പഠിപ്പിക്കാൻ നോക്കി. ഈ പത്രോസ് അപ്പോസ്തലൻ കേട്ടോണം, മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. പിന്നെ പറഞ്ഞത് ക്രിസ്ത്യാനി എന്ന രീതിയിലായിരിക്കട്ടെ നീ പീഡിപ്പിക്കപ്പെടുന്നത്, കള്ളനും വഞ്ചകനും എന്ന രീതിയിലായിരിക്കും പത്രോസ് പഠിപ്പിക്കുക. ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന രീതി പീഡിപ്പിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത്? അതിനകത്ത് നമ്മൾ വെറുപ്പും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരോടുള്ള ദേഷ്യം വെറുപ്പും. അതിനകത്ത് രാഷ്ട്രീയക്കാരതിനകത്ത് മുതലെടുക്കുക എന്ന്. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതാണോ ചെയ്യുന്നത്? അല്ല, ചാപ്പൂത്തുക. അവരുടെ മാനസാന്തരവും അവരുടെ രക്ഷയ്ക്കും വേണ്ടി ദൈവം നമ്മളെ തൻ്റെ കൃപാപാത്രങ്ങളിൽ അവൻ മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ് നമുക്ക് പീഡകൾ തരുന്നത് എന്ന് റോമാലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവരെ വിവിധങ്ങളായ രീതിയിൽ ആക്ഷേപിക്കുകയും വിഭാഗീയത സൃഷ്ടിക്കുകയും വെറുപ്പിൻ്റെ പൊതുബോധം സൃഷ്ടിക്കുക ചെയ്യുന്നത്. വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോസ്തലൻ കൃത്യമായി പഠിപ്പിക്കുക. ക്രിസ്ത്യാനി എന്ന രീതിയാണ് നിങ്ങൾ അഭിമാനിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിക്കണം. മനസ്സിലായോ? പിന്നെ നിയമം കയ്യിലെടുത്താൽ എന്ത് ചെയ്യണം? കേസ് കൊടുക്കണം. പൗലോസ് അപ്പോസ്തലനെ അടിച്ചപ്പോൾ എന്ത് ചെയ്തു? റോമാ പൗരനായ എന്നെ വിചാരണ കൂടാതെ തൊടാൻ നിനക്കെന്ത് അധികാരം എന്ന് ചോദിച്ചു. അപ്പോൾ ഭരണഘടന ലംഘിച്ചാൽ എന്ത് ചെയ്യണം? നല്ല ലീഗൽ സെല്ലുണ്ടാക്കി കേസ് കൊടുക്കണം. അങ്ങനെ 2 മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ശിക്ഷിത്വത്തിലേക്ക്, അത് ലേഖനങ്ങളിലാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അറിയാമോ? സീസറിൻ്റെ മുമ്പിൽ അവൻ ഉപരി വിചാരണയ്ക്ക് അപേക്ഷ കൊടുത്തു. മനസ്സിലായോ? പൗലോസ് അപ്പോസ്തലൻ നിയമത്തെ ഉപയോഗിക്കുക. അപ്പം നീ എന്നെ ക്രിസ്ത്യാനിയാക്കാണെന്നാണ് വിചാരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം എന്നെ പറഞ്ഞു അതാണ്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു അയ്യോ മറ്റു മാസർക്ക് നോവും മിണ്ടരുത്. മനസ്സിലായോ? നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. കപട മതേതരത്വം കൊണ്ടിരിക്കുകയാണ്. പിശാച് പ്രഭാപൂർണനായ മാലാഖയുടെ രൂപത്തിലാണ് കയറി വരുന്നത്. പിശാച് സുന്ദരനാ, അറിയാമോ? അവൻ സൗമ്യനാ, അവൻ ശാന്തനാ. പിശാച് നമ്മൾ പിശാചിനെ കൊമ്പും കുടലും ഒക്കെ ഉള്ള മദ്യത്തിൻ്റെ മയക്കിൻ്റെ ഒക്കെ രൂപത്തിലാണ്. പാപം നമ്മൾ തിരിച്ചറിയും. പിശാച് തിന്മയാണ്. തിന്മ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം കട്ടെടുത്താൽ തിരിച്ചറിയാൻ പറ്റും, അടിയുണ്ടാക്കിയാൽ തിരിച്ചറിയാൻ പറ്റും, തെറി പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായോ? സാധാരണ ഇതിലുള്ള പാപങ്ങൾ നമുക്ക് തിരിച്ചറിയും, പക്ഷെ തിന്മ തിരിച്ചറിയാൻ പറ്റില്ല. പിശാച് തിന്മയുടെ രൂപത്തിലാണ് വരുന്നത്. പ്രയാസമാണ്. തിന്മ തിരിച്ചറിയാന്ന് പറയുമ്പം താൻ തന്നെ എന്നാ പറയുന്നത്, തിന്മ എന്ന് പറയുന്നത് സ്വന്തം ആത്മാവിൻ്റെ നാശത്തിലേക്ക് വരും. അനുതാപത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നാശത്തിലേക്ക് വരും. സ്വയവും നശിക്കും, മറ്റുള്ളവരെ നശിക്കും. സഭയൊന്നും വേണ്ടന്നേ, പള്ളി പട്ടക്കാരനൊന്നും വേണ്ട, നേരിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. കൂട്ടായ്മയിൽ വീണു പോകും. നീ നേരിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ക്രിസ്തുവിൽ അങ്ങ് നിൽക്കുക, നീ നല്ല ജീവിത വിശുദ്ധി ഉണ്ടായാൽ മതി എന്ന് പറയും പിശാച്. മനസ്സിലായോ? ക്രിസ്തു സഭയൊന്നും മതമൊന്നും സ്ഥാപിച്ചിട്ടില്ല. അപ്പം നീ അങ്ങ് വിശുദ്ധമായിട്ട് നിന്നു, നിനക്ക് സാക്ഷ്യം വഹിക്കാം, സ്വന്തമായിട്ടങ്ങ് പ്രസംഗിച്ചാൽ മതി, പറ്റുന്നവരെയൊക്കെ അങ്ങ് സഹായിച്ച് ഒറ്റയ്ക്ക് അങ്ങ് നിന്നു എന്ന് പറയും. പക്ഷെ സാക്ഷ്യമാകണം എന്ന് പറയും. പക്ഷെ അവനറിയാം ആദ്യം തന്നെ നിർത്തി കഴിഞ്ഞാൽ വേർപ്പെടുത്തി കൊണ്ടുവന്നാൽ പിന്നെ പൊക്കോളും അവനറിയാം. മനസ്സിലായോ? അപ്പം പിശാച് വരുന്നത് എപ്പോഴും തിന്മയുടെ രൂപത്തിലാണ്. അപ്പം നിസാരമായ, നമ്മൾ നിസാരമെന്ന് കരുതുന്ന പലതിൻ്റെയും രൂപത്തിലാണ് പിശാച് കടന്നു വരുന്നത്. നമ്മൾ മനോഹരമായ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, അതിൽ അടിത്തറ ഇറങ്ങി കാണാറുണ്ടോ? ഇല്ല. പിശാച് അടിത്തറയിലാണ് പിടിക്കുക. കാഴ്ചപ്പാടുകളിലാണ്, ബോധ്യങ്ങളിൽ അവൻ കടന്നു കൂട്ടുക. അറിയാമോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, സഭയെ ആവശ്യമില്ല, പള്ളി പട്ടക്കാരന് ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ നല്ല രൂപത്തിലാണ് വരുന്നത്. സാക്ഷ്യമാണ് ആവശ്യം എന്ന് പറയും. മനസ്സിലായോ? ഇനി യോഹന്നാൻ പുസ്തകത്തിലാണേ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ
നടക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? വല്ല മയോ ഉണ്ടോ മോളെ? വല്ല മയോ ഉണ്ടോ? ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നാം അറിയുന്നു. അപ്പോൾ സ്നേഹം എന്താണ് നമ്മൾ എങ്ങനെ അറിഞ്ഞേ? ഈശോ നമുക്ക് വേണ്ടി ജീവിച്ചപ്പോൾ മരിച്ചപ്പോൾ. മനസ്സിലായോ? ഇനി നോക്കി, ഇനി നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. കടന്ന കയ്യാ പറയുന്നത്. അതെ. ഇതൊക്കെ പ്രസംഗിച്ചാൽ എവിടെയെങ്കിലും ആളുണ്ടാകുമോ? ഒരിക്കലും ഇല്ല എന്ന് നമ്മൾ കരുതും. പക്ഷെ ഇല്ല, ഈ പ്രബോധനം വഴിയാണ് സഭ വളർന്നത്. നമ്മൾ കരുതുന്നത് കുറച്ച് മതേതരത്വവും കുറച്ച് രോഗശാന്തിയും കുറച്ച് സൗഖ്യങ്ങളും ഈശോ പാവമാണെന്ന് പറഞ്ഞാലും ആൾ കൂടുമെന്നാ. താൽക്കാലികമായിട്ടുണ്ടാകും, കാണപ്പെടുന്ന ഒരു ആൾക്കൂട്ടമുണ്ടാകും, ശിഷ്യരുണ്ടാവില്ല. ശിഷ്യത്വം വളരണമെങ്കിൽ ഈ അപ്പോസ്തലന്മാർ നൽകിയിരിക്കുന്ന പ്രബോധനങ്ങളെ പ്രഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം അത് നമ്മളോട് നേരിട്ട് സംസാരിക്കുക. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടിയാകുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? യാക്കോബ് അപ്പോസ്തലൻ കടി കെട്ടി പറയുന്നത്, പിതാവായി ദൈവത്തിനു മുമ്പിൽ നിർമ്മലവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കത്തിൽ അവരുടെ സഹായത്തിനെത്തുക, ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തുസൂക്ഷിക്കും. ഭയങ്കരമാണ് ഇവരുടെയൊക്കെ. അറിയാമോ? നിന്റെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നീ എന്നെ കാണിക്ക്, പ്രവൃത്തിയും വിശ്വാസം ഒന്നിച്ചു കൊണ്ടിടക്കുന്ന ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറയും. നിന്റെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നീ എന്നെ കാണിക്ക്, പ്രവൃത്തിയും വിശ്വാസം ഒരുമിച്ച് കൊണ്ടിടക്കുന്ന ഞാൻ നിന്നെ കാണിക്കാം. മനസ്സിലായോ? അത് ക്രിസ്ത്യാനിറ്റി പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്നതാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത്. അതാണ് നമ്മളിതൊക്കെ പഠിക്കേണ്ട. അറിയോ? ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവന് ദൈവസ്നേഹം എങ്ങനെ കൂടികൊള്ളും? കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലും അല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവർത്തിയിലും സത്യത്തിലുമാണ്. ഇതാണോ? അപ്പോൾ എന്താണ് ക്രിസ്ത്യാനിറ്റി വിമർശനം നേരിടുന്നതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് നിസാര വിഷയങ്ങൾക്ക് പരിഹാരം എത്താൻ പറ്റാത്ത മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ഒരു കോംപ്രമൈസ് ക്രിസ്ത്യാനിറ്റി കണ്ടെത്തിയിട്ട് ഇത് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയാന്ന് പറഞ്ഞ് നടക്കുക. മറ്റു മാസർക്ക് നോവും, അവർക്ക് വേദനിക്കും എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. മനസ്സിലായോ? എന്നാൽ ഇവിടെ നോക്കി, ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ. ഞാൻ വായിച്ച് കേൾപ്പി, നോക്കിയോ? വളരെയധികം ഈ മറ്റു നമ്മൾ പറയില്ല, മറ്റു മതങ്ങളെ വിമർശിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർക്ക് വേദനിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോസ്തലന്മാർ അതല്ല ചെയ്ത്. അപ്പോസ്തലന്മാർ ചെയ്ത് കേട്ടു. നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഏറ്റവും ഷാർപ്പായിട്ട് ആ കാര്യം പറഞ്ഞു യോഹന്നാൻ അപ്പോസ്തലനാണ്. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണവർ. മനസ്സിലായോ? അതായത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നവർ. നമ്മൾ പറഞ്ഞ ക്രിസ്തു ദൈവമായിട്ട് മാത്രം ഭൂമിയിൽ നടന്ന ആർക്കും പ്രശ്നമില്ലായിരുന്നു. വചനം മാംസം ധരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ക്രിസ്തു വചനം മാംസം ധരിച്ചതാണെന്ന് ഏറ്റുപറയാത്തവരാണ് അന്തിക്രിസ്തുവും എതിർ ക്രിസ്തുവും വഞ്ചകനും. മനസ്സിലായോ? അപ്പം അത്തരം മതത്തോട് എന്ത് പറയണം? നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന മതം അത് യഥാർത്ഥ സൃഷ്ടാവിൽ നിന്നുള്ളതല്ല എന്ന് നമുക്ക് പറയാം. അവരിത് പറഞ്ഞു. നോക്കിക്കേ, യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. മനസ്സിലായോ? ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. മനസ്സിലായോ? അവൻ ദൈവനിഷേധിയാന്നാ പറയുന്നത്. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ, മനസ്സിലായോ, യേശു പ്രവാചകൻ മാത്രമാണ്, ബൈബിളിൽ തിരുത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അവനോട് കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കണം. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിന്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്ന ഏവനും മറുപടി പറയാൻ സദാ സന്നദ്ധനായിരിക്കും. അതിനകത്ത് മതേതരത്വം നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവൻ്റെ മതത്തിന് എന്തുണ്ട്? അവൻ്റെ മതത്തിന് പ്രവാചക നിന്നയും മതനിന്നയും ദൈവത്തിന് മതരാഷ്ട്രം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാ. അവൻ്റെ മതമുള്ളിടത്ത് എന്തുണ്ട്? കലഹമാ, അസ്ഥിരതയാണുള്ളത്. മനസ്സിലായോ? അപ്പം അത് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. പ്രസ്തുത പ്രബോധനമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ. എൻ്റെ കർത്താവ് വർഗീയതയാണെന്ന് ഇന്നത്തെ കാലത്ത് പറയല്ലേ? അറസ്റ്റ് ചെയ്തല്ലേ? യോഹന്നാൻ അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്യുമല്ലേ? എന്നാണല്ലേ? അതാ പറഞ്ഞേ. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ, വീണ്ടും കെട്ടിയായിട്ടാ പറയുന്നത്, അവൻ്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുക. എങ്ങനെയുണ്ടാവും? മതം നോക്കി കേസ് പിടിക്കല്ലേ? എന്നാണ് പിടിക്കല്ലേ? പക്ഷെ അവർ അതാണ് രക്തസാക്ഷികൾ. അത് ഫലമുണ്ടായി എന്നുള്ളതാണ്. ഇന്ന് നോക്കിയേ, സെൻറ്റ് ജൂഡ് പഠിപ്പിക്കുന്ന കണ്ടോ? ഞാൻ അദ്ദേഹം പഠിപ്പിക്കുന്ന നോക്കിയേ, പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. അവരെന്താ പറയുന്നറിയാമോ? അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായി യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നു. സെൻറ്റ് ജൂഡ് പഠിപ്പിക്കുക. മനസ്സിലായോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, ഞങ്ങൾ പ്രസംഗിച്ചത് വ്യത്യസ്തമായ സുവിശേഷം വേറൊരുവൻ മാലാഖയോ പോലും പ്രസംഗിച്ചാൽ ശമിക്കപ്പെട്ടതായിരിക്കട്ടെ. കുർബാനയ്ക്ക് മുമ്പ് പാടുന്നത് എങ്ങനെയാണത്?
മലങ്കര സഭയിലെ പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേ നീ ദേവം ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സബതൻ ശാപം. അത്ര ഷാർപ്പായിരുന്നു ഇവര്. കാരണം ദൈവത്തിന് മതമില്ല, ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് പ്രവാചക നിന്നയില്ല, സംഘടിച്ച് ദൈവത്തെ സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവർ പഠിപ്പിച്ചത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമില്ല. ക്രിസ്തുവിൻ്റെ ബലിയാണ് രക്ഷയുടെ മാർഗം, മനുഷ്യനിർമ്മിതമായ ബലികളല്ല, കാഴ്ചകളുമല്ല. ആ ബലിയുടെ അനുസ്മരണവും ആഘോഷവും നന്ദി പ്രകടനവും അനുഷ്ഠിക്കലുമാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ രക്ഷയുടെ നിധാനം. അതുകൊണ്ട് ഈ ബലിയിൽ പങ്കെടുക്കുന്നവൻ ആത്മശോധന ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. കുർബാനയെക്കുറിച്ച് ഒറ്റ വാക്കിലാണ് പൗലോസ് പഠിപ്പിച്ചുള്ളൂ, നീട്ടിയൊന്നും പഠിപ്പിച്ചില്ല. എന്നാ പറഞ്ഞേ? ആത്മശോധന ചെയ്യാതെ ആരും ഇതിൽ നിന്ന് നിങ്ങൾ ചിലർ രോഗികളും മറ്റു ചിലർ മരിച്ചു പോകാനും കാരണം എന്താ? നിങ്ങൾ ആത്മശോധന കൂടാതെ ഭക്ഷിക്കുന്നത്. ഇന്ന് സഭയിൽ പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാ? ആത്മശോധന കൂടാതെ ബലിയർപ്പിക്കുന്നത് കൊണ്ടാ. ചോദിച്ചില്ലേ എന്താ എതിർസാക്ഷ്യം? പൗലോസ് അപ്പോസ്തലൻ കുർബാനയെക്കുറിച്ച് ഒരു തിയോളജിയും പഠിപ്പിച്ചില്ല, ഒന്നും പഠിപ്പിച്ചില്ല. സിമ്പിളായി ഒറ്റ വാക്കിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ക്രിസ്തു കൽപ്പന നൽകിയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. എന്നിട്ട് പറഞ്ഞതാണ് ആത്മശോധന ചെയ്തിട്ട് ഭക്ഷിക്കട്ടെ. എന്തുകൊണ്ടാ? ഇത് ക്ഷമിച്ചവൻ്റെ ബലിയാ. ക്ഷമിക്കാതെ ഒന്ന് തിന്നാലേ ആ കുടുംബം അവിടെ പിശാച് കയറും. മനസ്സിലായി? അന്ധചിത്രം ഉണ്ടാകും. ചില രോഗികൾ മരിച്ചു പോകും. മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നിർജീവമാകും, നശിക്കും. ചത്തുപോകുന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ കരുതുന്നറിയാം, അത് ഇന്ന് എഴുതുന്നത് ചത്തുപോകുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനല്ല. നശിച്ചു പോകും, ജീവൻ നഷ്ടപ്പെടും. മനസ്സിലായോ? അഭിഷേകം പോകും, ആത്മാവിൻ്റെ പ്രവർത്തനം നിർജീവമാകും. അങ്ങനെ ആ സഭ നശിക്കും എന്നാണ് പറഞ്ഞത്. സഭ ഇവിടെ ഉണ്ടാവും, എല്ലാ ദിവസവും കുർബാന ഉണ്ടാവും. അതിലാ ബാഹ്യ സഭ ഇവിടെ ഉണ്ട്, ഭൗതിക സഭയുണ്ടാകും. ലോകത്തെ പുറകിട്ട് പോയാൽ ചവിട്ടി കളയാൻ മാത്രമേ കൊള്ളുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പസ്തോലന്മാർക്ക് ഇത്ര ഷാർപ്പായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചേ. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരും രക്തസാക്ഷികളും വിശുദ്ധരും സഭാപിതാക്കന്മാരുമാകുന്ന അടിത്തറയിന്മേലാണ് ഞാനും നീയും ജീവിക്കുന്നത്. മനസ്സിലായോ? അപ്പസ്തോലന്മാരും രക്തസാക്ഷികളും വിശുദ്ധരും സഭാപിതാക്കന്മാരും നമ്മുടെ പൂർവികരുമാകുന്നവരുടെ അവരിട്ട അടിത്തറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ അത്ര സ്ട്രോങ് ആയി അടിത്തറയിൽ നമ്മൾ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ക്രിസ്തു ദൈവമാണെന്ന് രക്ഷകനാണെന്ന് മാത്രം കൊണ്ടുനടക്കുക. മനസ്സിലായോ? എല്ലാവരെയും പോലെ നമ്മളിപ്പോ പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്തു നോക്കിയേ. നിന്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കും. അറിയിപ്പ് കിട്ടിയ ദൈവത്തിന്റെ വിളി കിട്ടിയ ആ നിമിഷം മുതൽ ജീവിതത്തിന്റെ അന്ത്യം വരെ കുരിശിന്റെ വഴിയിലൂടെ ആ പരിശുദ്ധ അമ്മ നടന്നത്. നമ്മളിതാണോ പറയുന്നത്? എന്നിട്ട് ആ പരിശുദ്ധ അമ്മയോടാണ് എന്ത് പറയുന്നത്? നിസാര കാര്യമൊക്കെ മാറ്റിത്തരാൻ. അപ്പോൾ പരിശുദ്ധ അമ്മ കണ്ണീരോടും വേദനയോടും പറയാം, മക്കളെ സഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതം കൃപയുടെ ജീവിതമാണ് നമ്മൾ പറഞ്ഞത്. സാഹചര്യങ്ങളൊന്നും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ. മനസ്സിലായോ? അഗ്നിയിലൂടെ കടന്നുപോയാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ആഴിയിലൂടെ കടന്നുപോയാൽ നിന്നെ മുക്കിക്കളയില്ല എന്ന് പറഞ്ഞാൽ 1000 പ്രാവശ്യം വചനം എഴുതുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞേ? അഗ്നിയിലൂടെ പോയാൽ പൊള്ളലേൽക്കുകയില്ല. അഗ്നിയിലൂടെ പോയാലെന്ന് പറഞ്ഞോ? അഗ്നിയിലൂടെ പോകും, പൊള്ളലേൽക്കുകയില്ല. സമുദ്രത്തിലൂടെ പോയാലെന്ന് പറഞ്ഞോ? പക്ഷെ മുങ്ങിപ്പോയാലോ, ചത്തുപോയാലോ, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ എന്നാ പറഞ്ഞത്? അതാണ് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഫിലിപ്പിയരിലൂടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. എന്നാ പറഞ്ഞറിയോ? ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം പാപത്തിൽ ജീവിക്കുന്നവനെ കുളിച്ചിട്ട് വീണ്ടും ചെളിക്കുണ്ടിൽ കിടന്നുരുളുന്ന പന്നി എന്നാണ് പത്രോസ് അപ്പോസ്തലൻ വിളിക്കുന്നത്. ഛർദ്ദി ഭക്ഷിക്കുന്ന നായ എന്നാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നായ്ക്കളെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത് നമ്മൾ അപ്പം 3 കൺക്ലൂഷനായിട്ട് 3 പ്രാകളിലേക്ക് നമുക്ക് വരാം. 1 പ്രാർത്ഥനാ ജീവിതം, 2 പ്രവൃത്തി, 3 പ്രഘോഷണം. ഈ 3 കാര്യങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ. ഈ 3-ൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്, പ്രവൃത്തിയും കുറേയൊക്കെ ഉണ്ട്. പക്ഷേ യേശു നാമത്തിലാണെന്ന് പറയാൻ നമ്മൾ മടിക്കുകയാണ്. പക്ഷെ പ്രസംഗത്തെ നമ്മൾ വരുന്നില്ല. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോളജറ്റിക് യുഗമാണ്. അപ്പോസ്തലന്മാർ കൃത്യമായും എല്ലാ മതസ്ഥരുമായി സംവദിച്ചു, അവരോട് തർക്കത്തിലേർപ്പെട്ടു. നിങ്ങളുടെ ദൈവസങ്കല്പം ഏതാ കൊണ്ടുവാ, ഞങ്ങളുടെ ഇതാണ്. എഫെസോസിൽ ചെന്നിട്ട് പറഞ്ഞു നിൻ്റെ ദൈവസങ്കല്പം എന്നാ ഇന്നതാ, അത് ശരിയല്ല, ഇതാ ശരി. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വിറ്റിയാലാ മറ്റു മതസ്ഥർക്ക് നോവുന്നാണ് പറയുന്നത്.
മനസ്സിലായോ? അവിടെയാണ് ഈ കപടമതേ, അതാണ് പിശാച് കടന്നു വരുന്ന എന്തിൻ്റെ രൂപത്തിലാണ്? മാലാഖയുടെ. സപ്പസ്തലം പറഞ്ഞു പ്രഭാപൂർണനായ മാലാഖയുടെ രൂപത്തിൽ അവൻ കടന്നു വരുമെന്നാണ് പറഞ്ഞത്. ഗലാതി ചെന്നിട്ട് എന്ത് പറഞ്ഞു? വിശുദ്ധിയിൽ ജീവിക്കണം, എന്താണ് നിങ്ങളുടെ ദൈവസങ്കല്പം ഇന്നതാണ്. അതല്ല, ഇതാ റോമാക്കാരോട് പറഞ്ഞെന്താ ഇന്ന് പറയുന്നില്ല, നമ്മൾ LGBT വിളിച്ചു കയറ്റുക. പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാർ എന്താ പറഞ്ഞത്? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നിങ്ങൾ കൊടുത്തില്ല, അതുകൊണ്ട് ലജ്ജാകരമായ പ്രവർത്തിക്ക് നിങ്ങളെ വിട്ടുകൊടുത്തു. LGBT-കാരോട് കരുണ കാണിക്കണം, പാപികളോട് കരുണ കാണിക്കണം, പാപത്തോടല്ല. അതെ, പാപത്തോടല്ല, പാപിയോട് കരുണ കാണിക്കണം എന്നാണ് പഠിപ്പിച്ചത്. മനസ്സിലായോ? സ്ത്രീകൾ തങ്ങളുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിച്ചു, പുരുഷന്മാർ തങ്ങളുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിച്ചു. ഷാർപ്പായിട്ടാണ് യൂറോപ്യൻസിനോട് പറഞ്ഞത്. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പാശ്ചാത്യരോട് പറഞ്ഞത്. ഇന്ന് നമ്മൾ എന്നാ പറഞ്ഞേ? അങ്ങനെയുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരിയൊക്കെ ഒന്ന് ക്ഷമിച്ചാൽ മതി. അല്ല, ക്ഷമിക്കും. എന്താ പറഞ്ഞേ? അവിടെ ഇങ്ങോട്ട് പോരാനാണ് പറഞ്ഞേ. അതെ, നീ LGBT-കാരനാണോ? ഇന്നലെ വരെ കുഴപ്പമില്ല, ഇപ്പുറത്തേക്ക് വാ, നീ പാപത്തിലായിരുന്നോ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞല്ല. നീ ഇങ്ങോട്ട് വന്നിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇച്ചിരി പ്രാർത്ഥനയൊന്നും മേടിച്ചുകൊണ്ട് പോകാനല്ല പറഞ്ഞത്. മനസ്സിലായോ? നിനക്ക് കൗൺസിലിങ്, ശാസ്ത്രീയമായ ചികിത്സ വേണമെങ്കിൽ അത് ചെയ്യേ, ആത്മീയമായ ശുശ്രൂഷ ചികിത്സ വേണമെങ്കിൽ അത് ചെയ്യേ, എന്നിട്ട് നീ ഇപ്പുറത്തേക്ക് വാ. അതാണ് മോളെ ഞാൻ ആദ്യം പറഞ്ഞത്. ധൂർത്തപുത്രനോട് എന്താ പറഞ്ഞത്? അവന് പുതിയ വസ്ത്രമൊക്കെ ഇട്ട് അവൻ എന്ത് ചെയ്തു? അകത്തേക്ക് കയറ്റി പൂട്ടിയിട്ടു. നമ്മളത് പറയുന്നുണ്ടോ? ഏതെങ്കിലും സുവിശേഷ വ്യാഖ്യാനത്തിൽ ധൂർത്തപുത്രൻ പിന്നെ പുറത്തിറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അവൻ പിന്നെ പരലോകം കണ്ടിട്ടില്ല. ക്രിസ്തുവിലായിരിക്കും പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു, ഇനി പഴമയില്ല. അതാണ് പ്രത്യേകത. പക്ഷെ എന്നും പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ഭാരപ്പെടേണ്ട കാര്യം, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമില്ല. ആർക്ക് പറ്റും? പരിശുദ്ധാത്മാവിന് പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത്, അവൻ പരീക്ഷിക്കപ്പെടുകയും പീഡ സഹിക്കുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന നമ്മെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ നിർത്തുന്നു.